Thank you and good morning. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. പലപ്പോഴും ഉള്ള ടെക്നിക്കൽ ഡിലേ സംഭവിക്കുന്നതിൽ സോറി. ദുബായിൽ 5 മണിക്ക് ശേഷമാണ് നമ്മൾ സെഷൻ. ഇന്ത്യയിലെ 6:30 സെഷൻ. ഞാനുള്ളത് ദുബായിലാണ്. കഴിഞ്ഞ ദിവസം ആരോ സ്പീഡിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം ഇന്ന് നമ്മൾ സെൽഫിഷ് ഫോക്കസ് ഓർ സെൽഫ്ലെസ് ഫോക്കസിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് സെൽഫിഷ് ഫോക്കസ് അല്ലെങ്കിൽ സെൽഫ്ലെസ് ഫോക്കസ്? ഇന്നലെ നമ്മൾ വൈസ് ഫോക്കസിനെ കുറിച്ച് പറഞ്ഞു. സെൽഫിഷ് ആയിട്ടുള്ള ഫോക്കസ് ഒരു ഹ്യൂമൻ ബീങ്ങിന് ആവശ്യമുണ്ടോ എന്നുള്ള, അതല്ല എല്ലാ ഫോക്കസും സെൽഫ്ലെസ് ആവണോ എന്നുള്ളത്. പലപ്പോഴും ഒരു കുട്ടിയുടെ വളർച്ച, റിച്ച് ഡാഡ് പുവർ ഡാഡില് റോബർട്ട് ക്യോസാക്കി പറഞ്ഞതുപോലെ, കുട്ടിയുടെ മാഹോലിനനുസരിച്ച്, കുട്ടികളുടെ ചുറ്റുപാടിനനുസരിച്ച് മാത്രമേ കുട്ടിക്ക് വളരാൻ സാധിക്കൂ. ചുറ്റുപാട് മാറ്റിക്കൊടുക്കാത്ത രക്ഷിതാക്കൾക്ക് കുട്ടികളെ മാറിയ ചുറ്റുപാടിൽ വളർത്താൻ സാധിക്കില്ല. അത് ആ പുസ്തകം റിച്ച് ഡാഡിന്റെ കൂടെ വളരുന്ന കുട്ടിയും പുവർ ഡാഡിന്റെ കൂടെ വളരുന്ന കുട്ടിയും തമ്മിലുള്ള ആ ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ അനാലിറ്റിക്കൽ ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുകയോ, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുകയോ, ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയോ, ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ഫിനാൻഷ്യൽ ബുക്ക് ആവുകയോ ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ പുസ്തകമാണ്. അത് എപ്പോഴും ഞാൻ പറയുന്നത്, ഇറ്റ് ഷുഡ് ബി എ ഹാൻഡ് ബുക്ക് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ. എല്ലാ ആളുകളുടെയും ഒരു ഹാൻഡ് ബുക്കാണ്. സാഹചര്യങ്ങളെ മാറ്റി മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളർച്ചയുടെ മികവിന് രക്ഷിതാക്കൾ കുട്ടികളോട് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ അവിടെ വൈസായിട്ട്, പ്ലാൻഡ് ആയിട്ട്, ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് ജീവിക്കുന്ന സാലറീഡ് ആയിട്ടുള്ള കുട്ടിയുടെ അച്ഛനെ കുട്ടി കാണുകയോ, വളരെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന രൂപത്തിൽ അച്ഛനെ കാണുന്ന വലിയ നമ്പറുകളെ കുറിച്ച് മാത്രം ബോധവും സംസാരവുമുള്ള റിച്ച് ഡാഡിന്റെ മകനെ കുറിച്ചോ, ഈ ഒരു വളർച്ചയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചില വീടുകളിലൊക്കെ ലീഡേഴ്സ് കിഡ് ഉണ്ടാവും. ലീഡേഴ്സ് കിഡ് അല്ലെങ്കിൽ ഒരു വളരെ റിജിഡ് ആയിട്ടുള്ളൊരു കിഡും. ശരിക്കും ലീഡേഴ്സ് കിഡ് എന്ന് പറയുമ്പോൾ ചില സോഷ്യൽ ലീഡേഴ്സിൻ്റെ കിട്ടും, ബിസിനസ് ലീഡേഴ്സിൻ്റെ കിട്ടും, എൻവയോൺമെൻറ്റൽ ലീഡേഴ്സിൻ്റെ കിട്ടും. 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലീഡേഴ്സിന് ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ലീഡർഷിപ്പ് സീരീസിൽ. ഈ ലീഡേഴ്സ് കിഡൊക്കെ വളരെ സെൽഫ്ലെസ് ആയിട്ട് വളർന്ന, ഇപ്പോഴത്തെ കാലത്ത് കുറവാണെങ്കിൽ പോലും ജനറലി സോഷ്യൽ ലീഡേഴ്സിൻ്റെ കിഡൊക്കെ ജനറലി ഒരു സെൽഫ്ലെസ് മഹോലിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലായിരിക്കും വളരുന്നുണ്ടാവുക. അതേപോലെ അവനവൻ്റെ കാലിലേക്ക് കണ്ണ് മിഴിച്ചാൽ മതി, കാൽക്കിലേക്ക് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം തൻ്റെത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞ് വളർത്തുന്ന രക്ഷിതാക്കളെ കാണാം. അവിടെ ഒരു സോഷ്യൽ ലീഡറെയോ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയോ അങ്ങനെയുള്ള കുറേ ആളുകളെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ സെൽഫ്ലെസ്സിനും സെൽഫിഷിനും ഉള്ളൊരു ചാലഞ്ച്, തനിക്ക് നേട്ടമില്ലാത്ത ഒരു കാര്യവും സെൽഫിഷ് ആയിട്ടുള്ള ആളുകൾ ചെയ്യില്ല. സെൽഫ്ലെസ് ആയിട്ടുള്ള എല്ലാ ആളുകളും തനിക്ക് നേട്ടം ഉണ്ടാവേണ്ട ആവശ്യമേ ഇല്ല, മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടായാൽ മതി, അതിനകത്ത് പോലും എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മളുടെ ബേസിക് ആറ്റിറ്റ്യൂഡിലോ, ബേസിക് ക്യാരക്ടറിലോ, ബേസിക് ബിഹേവിയറിലോ, ബേസിക് നേച്ചറിലോ ഈ ഏരിയയിൽ എവിടെയാണ് നമ്മളുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ പറ്റിയാലാണ് ഫോക്കസ് കറക്റ്റ് ആവുള്ളൂ.
അതാണ് നമ്മൾ ഫോക്കസിൻ്റെ ഏറ്റവും നമ്മൾ അറിയാതെ നിൽക്കുന്ന ഹിഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഭൂതക്കണ്ണാടിയായിട്ട് രാവും പകലും ഊണും ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് ഉറക്കം പോലും കളഞ്ഞ് രാത്രി നക്ഷത്രങ്ങളെ നോക്കിയിരുന്നിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് മറ്റുള്ള ആളുകളെ കുറിച്ച് വേവലാതിപ്പെടുന്ന, സ്വന്തം കാര്യം മറന്നുപോയ, അൺപെയ്ഡ് ആയിട്ടുള്ള സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഫോക്കസുള്ള എത്രയോ ആളുകൾ സൊസൈറ്റിയിലുള്ളത് പോലെ തന്നെ തൻ്റെ കാര്യം മാത്രം സദാസമയം ആലോചിക്കുകയും തൻ്റെ പണത്തിനെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയും തൻ്റെ സേവിങ്സിനെ കുറിച്ച് ചിന്തിക്കുകയും തനിക്ക് ലോസ് ആകുമോ ഡാമേജ് ആകുമോ എന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന, ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ദ മൈസർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പ്രോസിൽ രണ്ടാമത്തെ ചാപ്റ്ററോ ഒന്നാമത്തെ ചാപ്റ്ററോ ഞാൻ ഓർക്കും, പ്രോസിലല്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒന്നിലും രണ്ടിലും ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ പാഠം. ആ പിശുക്കനാണ് ആ ചാപ്റ്ററിന്റെ ഹെഡിങ് ആണ്. സി ഒരു 3-4 ദശാബ്ദം മുമ്പുള്ളൊരു സ്റ്റോറി നിങ്ങളോട് പറയുമ്പോൾ സദാ ചിന്തിക്കുന്നത് മുഴുവൻ താനുമായി ബന്ധപ്പെട്ട ബേസിക് കോൺക്രീഷനാണ്. അതിനകത്ത് എല്ലാം അവിടെ പിടിച്ചു വെച്ച് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ചാലഞ്ച്, അത്തരം ഫോക്കസുകൾക്ക് വലിയ സസ്റ്റൈനബിലിറ്റിയോ ഗ്രോത്തോ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോക്കസുകൾ നമ്മൾ ഈ സെൽഫിഷ് ആൻഡ് സെൽഫ്ലെസ് എന്ന് പറയുമ്പോൾ ഒരു തനി പിശുക്കൻ എന്നുള്ളതിലപ്പുറത്തേക്ക് പിശുക്ക് നമുക്കുണ്ടാവേണ്ട ഒരു സെൽഫിഷ്നെസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് നന്മ ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് സെൽഫ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ സെൽഫ്ലെസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി എംപത്തറ്റിക്കലായിട്ട് സൊസൈറ്റിയോട് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ സെൽഫ്ലെസ് ഫോക്കസുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി വലിയ വിഷനുള്ള ഒരാളുകൾ ജനങ്ങൾ അയാളെ ഓർത്തിരിക്കണം എന്ന് വിചാരിച്ച് സെൽഫിഷ് ആയിട്ട് ഉണ്ടാക്കുന്ന വലിയ വിഷണറി ആക്ഷൻസും പ്രൊജക്റ്റുകളും ഉണ്ട്. പക്ഷെ വലിയ വിഷണറി പ്രൊജക്റ്റുകളിൽ തന്നെ സെൽഫ്ലെസ് പ്രൊജക്റ്റുകൾ ഉണ്ടാവാറ്. അയാളെക്കുറിച്ച് നേരം ഓർക്കണമെന്ന് നിർബന്ധമില്ല. എയർപോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് തൻ്റെ പേരുണ്ടാവണമെന്നില്ല, വേറെ ആരുടെയെങ്കിലും പേരിൽ എയർപോർട്ട് ഉണ്ടായാലും കുഴപ്പമില്ല. താനാണ് ഉണ്ടാക്കിയെന്ന് ലോകം അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സൊസൈറ്റിക്ക് അത് യൂസ്ഫുൾ ആവണമെന്ന്. നമ്മളുടെ ഓരോരോ പ്രൊജക്റ്റിലും സെൽഫിഷ് ആവേണ്ട ഫോക്കസുകളും സെൽഫ്ലെസ് ആവേണ്ട ഫോക്കസുകളും മാൻഡേറ്ററിലി ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എല്ലാ വ്യക്തിക്കും സെൽഫിഷ് ആയിട്ട് എടുക്കേണ്ട ചില ഫോക്കസുകളുണ്ട്. എല്ലാ വ്യക്തിക്കും സെൽഫ്ലെസ് ആയി ചെയ്യേണ്ട കുറേ ഫോക്കസ് ഏരിയകളുണ്ട്. ഇത് രണ്ടും സെഗ്രിഗേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് സെൽഫിഷ് ആയിട്ടുള്ള ഫോക്കസ്. എക്സാമ്പിൾ, പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ നല്ല ഗുരുനാഥന്മാരുടെ കൂടെ മെന്റർഷിപ്പ് എടുത്ത് നന്നായി പഠിക്കുകയോ ചിന്തിക്കുകയോ ഗൈഡ് ചെയ്യപ്പെടുകയോ ചെയ്യുക എന്നുള്ളത് സെൽഫിഷ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനകത്തുള്ള രണ്ടും ഇത് സെൽഫ്ലെസ്സുമാണ്. നമ്മൾ സെൽഫിഷ് ആയി അതിനെ സെൽഫ്ലെസ് ആക്കുക. കാരണം നമ്മൾ കാശ് മുടക്കിയിട്ട് പുസ്തകം വാങ്ങുകയും കാശ് മുടക്കി മെന്റർഷിപ്പ് എടുക്കുകയും പഠിക്കുകയും വളരുകയും ചെയ്തിട്ട് ഒരാൾക്ക് ഉപകാരമില്ലാത്ത രൂപത്തിൽ നമ്മളുടെ അകത്ത് പൊടി പിടിച്ചു കിടക്കുന്ന അലമാരയിലെ പുസ്തകങ്ങളെ പോലെ കിടന്നിട്ട് ഒരു പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ബട്ട് അത് സെൽഫ്ലെസ് ആവുക, നമ്മൾ ഗ്രോ ചെയ്ത് അത് ആളുകൾക്ക് ഉപകാരപ്പെടുകയും കൂടി ചെയ്യുമ്പോൾ മാത്രം എന്തുമാത്രം അറിവ്, എന്തുമാത്രം ക്വാളിറ്റി, അറിവിനോടൊപ്പം ക്വാളിറ്റി, സമൃദ്ധി ആവണം, വളരണം എന്നുള്ളതാണ് ഒന്ന്. സമൃദ്ധിയുള്ള ക്വാളിറ്റി വിസിബിൾ ആവും, സമൃദ്ധി ഇല്ലാത്ത ക്വാളിറ്റി വിസിബിലിറ്റി എന്നതിനേക്കാൾ ആളുകൾക്ക് ദുർഗന്ധം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പണം കൊടുത്ത് സെൽഫിഷായി നമുക്ക് വേണ്ടി നേടിയ അറിവ് നമ്മളുടെ മികവിനെ, ഇൻഫർമേഷൻ ഗാദറിങ്ങിനെയല്ല, നമ്മളുടെ ക്വാളിറ്റി അപ്ഡേഷനെയോ ക്യാരക്ടർ അപ്ഡേഷനെയോ ബിഹേവിയറൽ അപ്ഡേഷനെയോ സോഷ്യലി മികവുണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ക്വാളിറ്റി അഭിവൃദ്ധിപ്പെടാത്ത ഒരു അറിവുണ്ടായത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉപകാരമുള്ള അറിവ് നൽകണേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ കാരണം, ഉപദ്രവമുള്ള അറിവുണ്ടാക്കിയിട്ട് അത് എനിക്ക് മാത്രമല്ല സമൂഹത്തിനും ഉപദ്രവമാവും. അവിടെ ഒരു ചീഞ്ഞ് നാറുന്ന പഴകിയ ദുർഗന്ധം വമിക്കുന്ന അറിവുകൾ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സോ ഇവിടെ സെൽഫിഷ് ആവേണ്ട ഏരിയകളാണ് നമ്മളുടെ അപ്പർ ബോഡി,
ഗ്രോത്ത്. അപ്പർ ബോഡി ഗ്രോത്തിനെ കുറിച്ച് ഞാൻ 2ാം സംഗമത്തിൽ കോഴിക്കോട് സ്റ്റേജിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ബ്രെയിൻ ഏരിയയിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന വായന, പഠനമൊക്കെ അത് അതുപോലെ തന്നെ സൊസൈറ്റിക്ക് കിട്ടുകയും ചെയ്യും. അതാണ് അതുകൊണ്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അറിവ് ഉണ്ടാവുകയും അത് സോഷ്യലി ഉപയോഗിക്കുകയും ചെയ്യുന്ന കുറച്ച് അറിവുള്ള ആളാണെങ്കിൽ പോലും ഒരുപാട് അറിവുകളുണ്ടായിട്ട് സ്വന്തം കാര്യത്തിൽ പോലും അത് എത്താതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആളുകളും തമ്മിലുള്ള വേരിയേഷൻസ്, വ്യത്യാസത്തെക്കുറിച്ച്. ഏതായിരുന്നാലും സെൽഫിഷ് ആണോ സെൽഫ്ലെസ് ആണോ നല്ലത് എന്ന് ചോദിച്ചാൽ സെൽഫിഷ് ആവണം, സെൽഫ്ലെസ് ആവണം. എവിടെയാണ് സെൽഫിഷ് ആവേണ്ടത് എന്നുള്ളതിന് നമുക്ക് ആവശ്യമുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. തൻ്റെ സൗന്ദര്യത്തെയും തൻ്റെ ആരോഗ്യത്തെയും സുരക്ഷിതമായി സംരക്ഷിച്ചു കൊണ്ട് നടക്കേണ്ടത് സമൂഹത്തിൻ്റെ 800 കോടി ജനങ്ങളുടെ ആവശ്യമല്ല, അത് അവനവൻ്റെ ആവശ്യമാണ്. ദാറ്റ് ഷുഡ് ബി സെൽഫിഷ്. നിങ്ങൾ എപ്പോൾ വെള്ളം കുടിക്കണം, എപ്പോഴൊക്കെ വെള്ളം കുടിക്കണം, എന്ത് വെള്ളമേ കുടിക്കാവൂ, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഏത് രൂപത്തിൽ ഉറങ്ങണം, എങ്ങനെ ഉറങ്ങാവൂ, എവിടെ ഉറങ്ങാവൂ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ സൊസൈറ്റിക്ക് പറയാൻ പറ്റും. പക്ഷെ അത് സെൽഫിഷ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് തോട്ടുള്ള ഒരാൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും. സെൽഫ്ലെസ് ആവുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് നമ്മുടെ സമയമോ അറിവോ അതല്ലെങ്കിൽ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മളുടെ അടുത്ത് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള ഒരുപാട് ഫോക്കസുകൾ നമ്മളുടെ ലൈഫിനുമായി ബന്ധപ്പെട്ടുണ്ടായെങ്കിൽ നമുക്ക് സെൽഫ്ലെസ് ആവാൻ സാധിക്കും. അപ്പോൾ സെൽഫിഷ് എന്നതിനകത്ത് റിജിഡ് ആവാതെ അത് സെൽഫ്ലെസ്സിന് വേണ്ടിയുള്ള സെൽഫിഷ്നെസ് ആണ് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ പല ഏരിയകളിലും നമുക്ക് ഈസി ആയിട്ട് സെൽഫിഷ് ആവാൻ തോന്നും. ഞാനൊരു സെൽഫിഷായ വ്യക്തിയല്ലേ എന്ന് ചോദിച്ച് സ്വയം സങ്കടപ്പെട്ട് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമല്ല. ചില ഏരിയകളിൽ നമ്മൾ സെൽഫിഷ് ആയിരിക്കും, എങ്കിലും നമുക്ക് സെൽഫ്ലെസ് ആവാൻ കൂടി പറ്റുകയുള്ളൂ. അറിവല്ല പ്രധാനം, വിദ്യാഭ്യാസമല്ല പ്രധാനം, ഇൻഫോർമേഷനുമല്ല പ്രധാനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അറിവിൻ്റെ പുസ്തകങ്ങളോ അല്ല പ്രധാനം, എല്ലാ അറിവുകളും മനസ്സിലാക്കലുമല്ല പ്രധാനം. അത് തിരിച്ചറിവുകളായിട്ട് കൺവേർട്ടായി ചെയ്യപ്പെടുന്നതാണ് പ്രധാനം. തിരിച്ചറിവ് എന്ന് നമുക്ക് ബോധത്തോടു കൂടി വരുന്നോ അന്ന് നമ്മുടെ തീരുമാനങ്ങളുണ്ടാവും. നല്ല സെൽഫിഷ് ഓർ സെൽഫ്ലെസ് ആയിട്ടുള്ള ഫോക്കസിനെ കുറിച്ച് അറിയാനും തിരിച്ചറിയാനും അത് പ്രയോഗികവൽക്കരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്നുള്ള ചിന്തകളും പ്രാർത്ഥനകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ. Thank you so much, sir. Thank you. താങ്ക് യു. താങ്ക് യു നസർ സർ. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. എന്തായാലും ഇന്ന് വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. സെൽഫിഷ്, സെൽഫ്ലെസ്, ഇത് നമുക്ക് രണ്ട് പ്രാധാന്യമുള്ള വിഷയങ്ങളും നമുക്ക് ആവശ്യമാണ്. അത് ഫോക്കസ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഇതുവരെ നമുക്ക് നമ്മളെ ഫോക്കസ് ചെയ്യേണ്ടതില്ല, അത് മറ്റുള്ളവർക്ക് ഫോക്കസ് ആക്കി മാറ്റി ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ് എന്നാണ് പറഞ്ഞു വന്നത്. ഇന്ന് നമുക്കും കൂടി അത് ആവശ്യമാണെന്ന് പറഞ്ഞത് വളരെ സന്തോഷത്തോടെ കാണുന്നു. താങ്ക് യു റഹ്മാൻ ഖാൻ. താങ്ക് യു സോ മച്ച്.